പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ദിയമോളുടെ ബർത്ത്ഡേ ആണ് ഗായ്സ്, നാളെ വരാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്യാണ്. അപ്പൊ ദിയമോള് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ് ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെയാണ് ദിയമോളെ ബർത്ത്ഡേ. അപ്പം 10th ബർത്ത്ഡേ ആണ് ദിയമോളുടെ. സോ പറയാണ് പറയേണ്ടത്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. സ്കൂളിലൊക്കെ ജീൻസും ടോപ്പൊക്കെ ഇട്ടുണ്ടല്ലേ. ഞാൻ മാത്രം കളറായിട്ട് ഉടുപ്പ് നിലത്ത് മുട്ടണം. 6 ജീൻസും ടോപ്പ് ഇട്ട് വരുന്ന സ്കൂളിലേക്ക്. അത് അങ്ങനെയല്ല, ബർത്ത്ഡേക്ക് അവര് കളർ ഡ്രസ്. പിന്നെ ദേവു ഇന്ന് ഈ പറയണതെല്ലാം ദേവു വാങ്ങിത്തരും. ദേവുവിന്റെ പോക്കറ്റ് മണി കൊണ്ട് എടുത്ത പോക്കറ്റ് മണി എടുത്ത് വെച്ചോ. ഞാൻ വാങ്ങി തരും. അപ്പന്റെ അതൊന്നുമില്ല, എന്റെ പോക്കറ്റ് മണി എടുത്ത് വാങ്ങി കൊടുക്കണം. എടുത്ത് പോകാം. കഴിഞ്ഞു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ദിയമോളുടെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് പോവാണ്. പെരിന്തൽമണ്ണയ്ക്കാണ് കേട്ടോ പോണത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണ ഒരു ഷോപ്പിങ്ങിന് പോണത്. അപ്പൊ ദേവുവിന്റെ വക എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. പോടി നമുക്ക് പേഴ്സിന് പൈസ എടുക്കാൻ പോയതാണ്. അഹങ്കാരം എന്റെ പോക്കറ്റ് മണി കഴിഞ്ഞോ? 100 മാത്രമേ വെറുതെ വെച്ചോണ ഒന്നും ചെലവാക്കണില്ല. എല്ലാം എന്റെ പൈസ. പിന്നെ പോക്കറ്റ് മണി ചേർന്ന് അല്ലേ? എന്റെ പൗച്ചിലുണ്ടെന്ന് 500 മൊത്തോളെ ഇത് കിട്ടും. എന്റെ പൗച്ചിൽ 2-3 500 അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വലിയ ആഘോഷങ്ങൾ പ്രാവശ്യം ഇല്ല. ഒരു ചെറിയ ബർത്ത്ഡേ ആണ്. ഒന്നാമത് സ്കൂൾ തുറന്നു. സ്കൂൾ ഡേയ്സിലാണ്. വൈകുന്നേരം ചെറിയ പരിപാടി നടത്താൻ പറ്റുള്ളൂ. ചെറിയ പ്രോഗ്രാം ആയിരിക്കും. ആർക്കും വരാനൊന്നും പറ്റില്ല. ഇട ദിവസമായതുകൊണ്ട് ഞങ്ങളെ ബർത്ത്ഡേ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. പിന്നെ സൺഡേ സാറ്റർഡേ ഒക്കെ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ആഘോഷിക്കാറുള്ളൂ. അർജന്റീന 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 ദീന 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 മെസ്സി 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 നെയ്മർ നെയ്മർ വേണ്ട മെസ്സി 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 അല്ലാതെ വേറെ ആളെ അറിയാത്താണെന്നത്. ഒന്നാമത് ഗോൾ അടിക്കണത് മെസ്സി മാത്രാണ്. മെസ്സി മാത്രം ഗോൾ അടിക്കൊണ്ട് വേറെ ആരും അറിയില്ല ഇവർക്ക്. 3 ഗോൾ ഒരുമിച്ചടിക്കുക. മെസ്സി 3 ഗോൾ. ഒരാള് 3 ഗോൾ. വേണമെങ്കിൽ അർജന്റീനക്കാരത് അടിക്കും. എന്തും ചെയ്യാൻ പാടില്ലാത്തവരാണ് അവര്. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേവ് സ്കൂൾ വിട്ട് വന്നിട്ട് ചായയും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ദേവിന് പിന്നെ സ്കൂളിൽ തന്നെ ഉണ്ട്. ഇന്റർനാഷണൽ ചായ. അതെ, കാറിലിരുന്നോ? ഞങ്ങള് കുടിച്ചിട്ട് വരാം. അതെ, ഞങ്ങളിപ്പോ അങ്ങനെ കേട്ടോ ദേവിനെ വിളിക്കാറ്. വന്നോ വന്നോ വെറുതെ ആര് ഇന്നലെ വന്നു സ്നാക്സ് ഇതൊക്കെ തുടങ്ങിയാറ് ചോദിച്ചു. ഞാൻ നമ്മള് ഞങ്ങൾ നുണ പറയണമെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തിരിച്ചിതാക്കിയാണ്. സ്കൂളിൽ പോവാത്തവർക്കാണല്ലോ വിശപ്പ്. സ്കൂളിൽ പോയവർക്കൊന്നും വേണ്ടേ? എന്റെ സ്കൂളിൽ നല്ല സ്നാക്സ് അങ്ങോട്ടേ എനിക്ക് വേണ്ട അല്ലേ?
ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയിരിക്കുകയാണ്. സമയം അത്ര 7 മണി കഴിഞ്ഞു. ഇങ്ങനെ ചെറിയൊരു പനി ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. ബർത്ത്ഡേ ഒക്കെ അടുപ്പിച്ചൊരു പനി ഉള്ളതാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും പനിയുണ്ട്. 2 ദിവസമായിട്ട് പനി തുടങ്ങിയിട്ട് മരുന്നൊക്കെ കുടിച്ച് ഇപ്പൊ കുറവുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. അർജുൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് എല്ലാവരും മുന്നൊന്ന് ഉറക്കെ സംസാരിക്കണം. ഞാൻ അത് റിപ്പീറ്റ് അത് ഒബേ ചെയ്യാൻ പോവാണ് ഗൈസ്. എല്ലാവരും മുന്നൊന്ന് ഞാൻ ഉറക്കാണ് വർത്തമാനം പറയണത്. പക്ഷെ ഇത് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല, പാർട്ടി വെയർ ആണ് നോക്കണത്. അതവൾ പറഞ്ഞിട്ടില്ല. കാരണം അവൾക്ക് പിന്നെ അത് ഉപയോഗിക്കണം. അതായത് പറഞ്ഞോ പാർട്ടി വെയർ അല്ലല്ലോ വേണ്ടത്. പാർട്ടി വെയർ ആണോ വേണ്ടേ? സ്കൂളിക്കിടാനാണോ? സ്കൂളിക്കിടാനാ? നാളെ സ്കൂളുണ്ട് കേട്ടോ. അല്ല അല്ലല്ലോ, സ്കൂളിലേക്ക് ഇടുന്നല്ലോ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടുന്നത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ വേറെ ഇടുക. ഗൈസ് ഇവിടെ ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു എല്ലാം ഒരു ഫുൾ കൈ അങ്ങനെ ഒരു മൂടല്ലേ ശരിക്കും. അതെ അതെ. ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിയമോക്ക് എന്നിട്ട് എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ട് വരുന്നില്ല. ദിയമോക്ക് ഇഷ്ടപ്പെട്ടതാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഓള് ഇവിടെ കാണാനല്ല ഗൈസ്. സിജോ പാപ്പന് ഇതാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ലോൺലി. പ്രിൻസി ആൻറ്റിയും അമ്മയും ദിയമോളും കൂടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെവിടെ എവിടെയും കാണാനില്ല. ഇവിടെയാണ് പക്ഷെ കുട്ടികളുടെ സെക്ഷൻ, പക്ഷെ ഇവിടെ കാണാനില്ല. ദിയമോൾ ഇപ്പം ഇതാ ചേഞ്ച് ചെയ്ത് വന്നു ഗൈസ്. ഒക്കെ ഇങ്ങനത്തെയാണ് ഇഷ്ടം, കുഴപ്പമില്ല. ഇല്ലേ ഗൈസ്? ദിയമോക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ നമ്മൾ എത്ര ദൂരം വന്നു എന്നറിയോ? പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ തോന്നുന്നു നമ്മള് അല്ല, ഇവിടെ പിന്നെ കൊറേ കടണ്ടല്ലോ. ജസ്റ്റ് നമുക്ക് ഇവിടെ എന്തായാലും ഒന്നുമില്ല. എനിക്ക് ഫസ്റ്റ് സൈറ്റ് തന്നെ മനസ്സിലായി ഗൈസ്. അപ്പം നമ്മള് കല്യാൺ സിൽക്സിൽ വന്നിട്ടുണ്ട് ദിയമോക്ക് ഡ്രസ്സ് എടുക്കാൻ. അപ്പം അറിഞ്ഞില്ലേ, കല്യാൺ സിൽക്സിൽ ആടി സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. കേറിക്കോളൂ, ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ദിയമോള് വിചാരിച്ച കിട്ടിയില്ലെങ്കിൽ എന്താവും എനിക്കറിയില്ല, നോക്കാം. വീഴും, പരിക്ക് പറ്റും. ഫ്രണ്ട്സ് ദിയമോക്ക് ചിരി വന്നു കേട്ടോ മുഖത്ത്. ഞങ്ങൾ പോണേ. ദിയമോൾ വീണ്ടും ഡ്രസ്സ് മാറ്റാൻ പോയി ഗായ്സ്. ഇവിടെ വന്നിട്ട് ആകെ ദിയമോക്ക് ഒരു ഫ്രോക്കാണ് ഇഷ്ടമായത്. അത് പെട്ട് വെക്കാൻ പോയിട്ടുണ്ട്. ആ ഫ്രോക്ക് കണ്ടപ്പോഴാണ് ചിരി വന്നത് ദിയമോ മുഖത്ത്. അപ്പം അതിട്ട് വെക്കാൻ പോയിട്ടുണ്ട്. പോയി വന്നിട്ട് കാണാം എങ്ങനെയുണ്ട് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് വേറെ കടയിലേക്ക് വീണ്ടും പോവേണ്ടി വന്നു. ഇവിടെ വിചാരിച്ച ഡ്രസ്സ് ഇല്ല. സോ നമ്മൾ നെക്സ്റ്റ് ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് വേണം, എന്നിട്ട് വേണം പോവാൻ. ഇഷ്ടപ്പെട്ടത് കിട്ടിയല്ലോ, അതിനെന്താ പ്രശ്നം? അതിന് സിബ് ഇടാൻ പറ്റുന്നില്ല. ടൈറ്റാണ് ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് കല്യാൺ സിൽക്സ് ഒന്നും കിട്ടിയില്ല. അപ്പം ലാസ്റ്റ് ഞങ്ങളിപ്പോൾ ഒരു മാളിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നേക്കാണ്.
അപ്പൊ ഇതിന്റെ ഉള്ളില് ഷോപ്പിങ്ങിനുള്ള ഏരിയ ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ സുഡിയോയും മാക്സ് ഒക്കെ ഉണ്ട്, ഒന്ന് പോയി നോക്കാം. ഇത് നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ടല്ല കേട്ടോ, ദിയമോക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണ്. അവള് മുകളിലോട്ട് പോവാം. എവിടെയാ? സ്റ്റുഡിയോ താഴെയായിരുന്നു കേട്ടോ, ഞങ്ങൾ അറിയാതെ മേളിലോട്ട് വന്നു. ഇവിടെ മേളിലും മാക്സ് ആണ്. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നോർമൽ ഒരു കൂൾ അല്ലേ? ഒന്നും കിട്ടിയില്ല. ഫ്രണ്ട്സ് കുറച്ച് കിട്ടി, ബാക്കിയാണ് നാളെ കുറച്ച് കിട്ടി. ഇത് ചേച്ചിക്കാ? ആ അതെ. ഒന്ന് അല്ല ഇത് 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 ചേച്ചിക്കാ? ലിപ്സ്റ്റിക് വാങ്ങി ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ ജസ്റ്റ് സ്റ്റുഡിയോ മാക്സ് നോക്കി, പക്ഷെ മാക്സിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. റൈറ്റ്. ഈ തൊപ്പി നിങ്ങൾ സിജോ പാപ്പൻ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് ഈ തൊപ്പിയിൽ ഇനിയും ഇറങ്ങൂല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്പ്രേ ആണ് ഗൈസ്, പെർഫ്യൂം. അത് വാങ്ങി കോപ്പി അടിച്ചിട്ട്. ഫ്രണ്ട്സ്, പപ്പയും ദിയമ്മളും വന്നില്ല. ഞങ്ങൾ കാറിൽ കയറിയിരുന്നു. ഞങ്ങൾ ആ സ്റ്റെപ്പിൽ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കാർ അത് അങ്ങനെ പോകുന്നത്. നമ്മളെ കാറല്ലേ നോക്കി. ഫ്രണ്ട്സ്, ദിയമ്മോൾ എന്തോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താന്ന് ഗസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കാണുമല്ലോ. സാനിറ്റൈസർ ആണ് കേട്ടോ. ഇതെങ്ങനെയാ? ഇത് തുറന്നു കഴിഞ്ഞാല് കിട്ടും. ഫ്രണ്ട്സ്, എനിക്ക് ചെരുപ്പ് വാങ്ങാൻ കയറിയതാട്ടെ, അതെടുത്തു. ഇഷ്ടമായത്? എനിക്കിഷ്ടമായി. ആദ്യമായിട്ടാ ഫസ്റ്റ് തന്നെ ഒരു ചെരുപ്പ് കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ആസ് യൂഷ്വൽ മന്തി. സമയം 10 മണി കഴിഞ്ഞു അല്ലേ? 10 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ കുറേ സമയമായിരുന്നു, എനിക്കൊരു 11:30 കഴിവായൊരു ഫീൽ. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു ഞങ്ങൾ 5:45 പാർട്ടി വെയർ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി. ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിൽ കല്യാണമൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. കല്യാൺ സിൽക്സൊക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് സമയമാണ്. അവിടെ ഒരു 10 സ്റ്റാഫും ഉണ്ട് കല്യാൺ സിൽക്സിൽ. നമ്മളൊന്നും മൈൻഡ് ചെയ്യാനും കൂടിയില്ല. അവർ നമ്മൾ വേണമെങ്കിൽ എടുത്ത് പോകുന്നുള്ളൊരു മട്ടത്തിലാണ്. ഞങ്ങൾ കുറേ ചോദിച്ചു. കല്യാൺ സിൽക്സ് ന്യൂസ് ഒരിക്കലും ഇതല്ല വിചാരിച്ചു. വളരെ മോശം എക്സ്പീരിയൻസ്. എന്നിട്ട് ഞങ്ങൾ നിന്നു, ബക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ വിചാരിച്ചത്. പക്ഷേ അവരെ ഒരു പാക്കറ്റ് തുറന്നെടുത്ത് കാണിച്ചു തരാൻ നമ്മൾ റെഡിയാക്കി. പെരുന്തൽമണ്ണ കേട്ടോ, പെരുന്തൽമണ്ണ കല്യാണം. എന്താ മന്തി റൈസിൽ നിന്നും കിട്ടിയതാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കോഴീൻ്റെ വിരലാണ്, പക്ഷേ ഇതെന്തോ സ്പൈസസ് ആണ്. എന്തോ ഒരു മരം ആണോ? കറുകപ്പട്ടയാണോ? ആ അപ്പോൾ കറുകപ്പട്ടയാണ്. കറുകപ്പട്ടേൻ്റെ തണ്ടാണ് കറുകപ്പട്ട അല്ലേ? ഏലക്കാണോ? ഞാൻ അത് കടിക്കൂല, നീ അഥവാ കോഴിക്കാരാണെങ്കിലും. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. കോഴിക്കാലാണ് ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു, പക്ഷെ അത് സ്പൈസസ് ആയിരുന്നു. സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെരുന്തൽമണ്ണ നാളത്തെ ബർത്ത്ഡേകൾ. ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ ബർത്ത്ഡേ ആയിരിക്കും അല്ലേ? നിങ്ങൾ ഈ ബർത്ത്ഡേന്റെ അന്നാണ് ഈ വീഡിയോ കാണുന്നത്. അതെ, ഈ വീഡിയോയിൽ അതെ എൻ്റെ വക ഗിഫ്റ്റ്. ദേവന്നാ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അൽഫാം. കടലൊക്കെ വാങ്ങിയോ പ്രിൻസ്? ഞാണ്ടല്ലോ ഇങ്ങനെ ഇട്ടുതരും. ഇങ്ങനെ ആർക്കൊക്കെ വേണ്ടേ? നിനക്ക് വേണം, നിനക്ക് സ്വന്തം കയ്യിലൊക്കെ നിനക്ക് വേണോ? 1-0 പപ്പ. ബ്രസീലിന്റെ കളി കാണാൻ പറ്റില്ല, സാറ്റർഡേ മോർണിംഗ് ആണ്. അതിനെന്താ? എത്ര മോർണിംഗ്? 6 മണിക്ക്. ആ
6 മണിക്ക്. ഇത് സ്കൂൾ അർജന്റീന 6:30ക്കല്ലേന്നോ? അപ്പൊ ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ കളി തീരും. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും എല്ലാ അപ്ഡേറ്റ്സും. എങ്ങനെ അറിയാം? അതൊക്കെ അറിയാൻ പറ്റും, ബസ്സിലല്ലേ ഫോണിൽ. എന്നാ പോയാലോ? മനസ്സിനിണങ്ങിയ ഡ്രസ്സൊന്നും കിട്ടിയില്ല. പാർട്ടി വെയർ ഒന്നും ദിയമോക്ക് കിട്ടിയിട്ടില്ല. നോർമൽ ഒരു കോട്ട് സെറ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുമല്ല ഞാനൊരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ദിയമോക്ക്. അത് നാളെ ഇട്ടിട്ടായിരിക്കും ദിയമോള് നാളെ സ്കൂളിൽ പോണത്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഈവനിങ് ആയിരിക്കും ദിയമോളെ പ്രോഗ്രാം. ഐ മീൻ സ്കൂളുണ്ട് ഉച്ചക്ക്, അല്ല പകല്. ദിയമോള് നാളെ സ്കൂളിൽ പോകും. സ്കൂൾ വിട്ട് വന്നിട്ടാണ് നമ്മുടെ ചെറിയ പരിപാടിയാണ്. നമ്മളെ ഫ്രണ്ട്സ് വരുമോന്ന് അറിയില്ല. വന്നാല് എന്തായാലും ഉള്ളത് വെച്ച് ഞങ്ങൾ അടിച്ചു പൊളിക്കും. എന്തായാലും ആ വീഡിയോ പുറകെ വരുന്നതാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ബൈ.